ഈ നിഷയുടെ ജീവിതത്തിലെ ഏറ്റവും മറന്നു പോകാത്ത ഒരു സ്റ്റേജ് അനുഭവം എന്താണ്? ഏതെങ്കിലും അങ്ങനെ അനുഭവം? കല്യാണത്തെ കുറിച്ച് പറയണ്ട അല്ലേ? ഈ കല്യാണം നമുക്ക് പിന്നെ അതൊരു യൂഷ്വൽ സംഭവമാണല്ലോ. കല്യാണമാണ് ജീവിതത്തിലെ ഏറ്റവും അപകടം പിടിച്ച സംഭവം. ആണോ? കല്യാണം കഴിച്ചവര് പറയുള്ളൂ, കഴിക്കാത്തവര് പറയില്ല ഒരിക്കലും. അതിനിടയ്ക്ക് പാറു കല്യാണത്തെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. പാറുവിനെ കുറിച്ച് ഒരു ഫിലോസഫി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ പറയും എപ്പോഴും, ഈ കല്യാണം കഴിച്ചുള്ള ലൈഫിനേക്കാൾ എത്രയോ സുഖമാണ് പ്രേമിച്ച് നടക്കുമ്പോഴുള്ള ആ ഒരു ലൈഫ്. കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണല്ലോ രണ്ടുപേരും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോണേ. അപ്പൊ ചെറുക്കൻ അങ്ങോട്ട് പോകാൻ പാടില്ല, പെണ്ണിനെ അങ്ങോട്ട് പോകാൻ, ഭാര്യ അത് ചെയ്യാൻ പാടില്ല, ഭർത്താവ് ഇത് ചെയ്യാൻ പാടില്ല, മൊത്തം യുദ്ധം തുടങ്ങണം. അങ്ങനെ സ്വാതന്ത്ര്യക്കുറവ് എന്നുള്ള വിഷയത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടാവണേ. ഇപ്പൊ ഇവിടെ ഇത് കേട്ടോണ്ട് നിൽക്കാനുള്ള ഒറ്റ കൗണ്ടർ ഞാൻ ഞെട്ടിപ്പോയി. അതിനിപ്പോ ആണിനാണിന്റെ ഒഴുക്കി വിടുക, പെണ്ണിനെ ഒഴുക്കി വിടുക, പ്രശ്നം സോൾവ് അല്ലേന്ന്. അപ്പൊ ഇത് കണ്ണൻ കേട്ടോണ്ട് നിൽക്കായിരുന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണൻ ഇത് കേട്ടോണ്ട് നിൽക്കായിരുന്നു. അവിടെ കണ്ണൻ പെട്ടെന്ന് എഴുത്തിരുത്തിട്ട് ഇങ്ങനെ നോക്കണം. നെക്സ്റ്റ് സീൻ വന്നപ്പോഴേ ആ സീൻ എഴുതിക്കൊണ്ട് നിൽക്കുന്ന സീനിൽ തന്നെ അപ്പൊ തന്നെ കണ്ണൻ എഴുതി ചേർത്തു. പാറുവിനെ കൊണ്ട് എന്നെ പറയിപ്പിച്ചു, ആണിനാണിന്റെ ഒഴുക്കി വിടുക, പെണ്ണിനെ ഒഴുക്കി വിടുക. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇപ്പൊ അല്ല ഇതുപോലെ തന്നെ നമുക്ക് ഈ 1800 എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടന്റിന്റെ കാര്യങ്ങളൊക്കെ അത് നമുക്കൊരു വിഷയമാണ്. ചിലർ പറയും ഇതെന്താ എല്ലാ എപ്പിസോഡും ശരിയാവാത്തത്. അപ്പൊ നമ്മൾ തന്നെ പറയാം എല്ലാ എപ്പിസോഡും ഒരു ദിവസം ഓരോന്ന് വേണ്ടി റിസ്ക് തന്നെയാണ് സാർ. അത് അപ്പോഴും ഇതുപോലുള്ള വീണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ അത് നമ്മൾ ഒരു സമയത്ത് ഞാനും കണ്ണനും ഒക്കെ ഇങ്ങനെ ആലോചിച്ചേടാ ഇത് ഇപ്പൊ 500 എപ്പിസോഡ് കഴിഞ്ഞു, ഇനി എങ്ങനെ അന്ന്. പക്ഷെ അതിന് ഒരു വിഷയദാരിദ്ര്യം സംഭവമേ നമുക്ക് ഇതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിജുവിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ വേദികളിലൊക്കെ പോകുമ്പോൾ? കാരണം എനിക്കൊന്നും ബിജു പ്രത്യേകിച്ച് ഒരുപാട് നാടകങ്ങൾ ഇതാണല്ലോ. കാരണം നമ്മൾ ഒത്തിരി തമാശ കലർന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണുമല്ലോ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് 97-ലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഉജ്ജയിനിലായിരുന്നു. ആദ്യത്തെ നാടകം നേരെ ഇന്ന് കാവാലം കളരിച്ചെന്ന് പെടാൻ കാര്യം എന്തോ സാർ? അതല്ല സാർ, അത് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ നെടുമുടി വേണുചേട്ടൻ്റെ വീട്ടിൽ വീണ പഠിപ്പിക്കുന്ന അരുണൻ ചേട്ടൻ. ലൈവായിട്ടുണ്ട് അവിടെ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ ലൈവാണല്ലോ. അപ്പം ഞാൻ നെടുമുടി വേണുചേട്ടൻ്റെ അവിടെ അരുണൻ ചേട്ടൻ പോകുന്ന എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേട്ടനടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അവസരം വാങ്ങിത്താന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിർബന്ധം സഹിക്കാതെ എന്നെ വേണുചേട്ടനോട് കൊണ്ടുപോയി. വേണുചേട്ടൻ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അത്ര ആഗ്രഹമാണെന്ന് ചോദിച്ചു. ഞാൻ സാറേ അല്ല വേണുചേട്ടാ എനിക്ക് അത്ര ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് നീ പണിക്കർ സാറിനോട് പോ, ഞാൻ പറയാം എന്ന് പറഞ്ഞു. പണിക്കർ സാറ് പെട്ടെന്ന് എടുക്കത്തില്ല. ഇങ്ങനെ നോക്കി ബിജു എന്നുള്ള പേര് ആദ്യം ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയും, കൃഷ്ണ ഗോവർഷനായിരുന്നു കറക്റ്റ് വിളിക്കുകയും ചെയ്യായിരുന്നു. പക്ഷെ ഒരു പൂജ വയ്പ്പിൻ്റെ അന്ന് അരുണൻ ചേട്ടൻ എനിക്ക് ഒരു 100 രൂപ 150 രൂപ അരുണൻ ചേട്ടൻ്റെ നിന്ന് വാങ്ങി, വെറ്റയും വാങ്ങി. സാറ് പൂജ വയ്ക്കുന്ന സ്ഥലത്ത് വന്ന് കയറുന്നതിന് മുമ്പേ ഞാൻ കാലിൽ വീഴുന്നു തൊഴുതപ്പോൾ ആരാ ചോദിച്ചു. അപ്പം അരുണൻ ചേട്ടൻ പറഞ്ഞു, സാർ ഇതാണ് ഞാൻ പറഞ്ഞ ബിജു. ഇനിയിപ്പോൾ എടുക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ, അനുഗ്രഹിച്ചു പോയി. അങ്ങനെയാണ് ആദ്യം സാറിൻ്റെ അടുത്ത് പോയതും. കുറച്ചു ദിവസം നിന്നിട്ട് പതുക്കെ സിനിമയിലോട്ട് ചാടാനുള്ള പരിപാടിയായിരുന്നു. നമ്മളെ വേണുചേട്ടൻ അങ്ങനെ വേണുചേട്ടൻ പോയത് അഭിനയിക്കുന്ന താല്പര്യമായിരുന്നു. പക്ഷെ സിനിമയിൽ അപ്പോൾ വേണുചേട്ടൻ പറഞ്ഞ് വെറുതെ പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ബേസ് ഉണ്ടാക്കണം. അപ്പോൾ വേണുചേട്ടൻ അവിടുത്തെ ആളാണല്ലോ, എത്രയോ വർഷം നിന്ന ആൾ, ഗോപിച്ചേട്ടൻ അവിടെ നിന്ന ആൾ. അപ്പോൾ അങ്ങനെ രീതിയിൽ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇവരൊക്കെ നിന്നതല്ലേ, ഇവരൊക്കെ അതുവഴിയിൽ കയറിയെന്ന്. പക്ഷെ കയറിയെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് അപ്പോൾ, അതല്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് കടൽ പോലത്തെ സാധനമാണ്, സംസ്കൃത നാടകമാണ്. അപ്പം പിന്നെ ഇവരവിടെ ചെയ്ത വേഷങ്ങളൊക്കെ കണ്ട് പകച്ചുപോയി. പിന്നെ ക്രമേണ സിനിമയോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു അവിടെ നിന്നപ്പോൾ. കാരണം എല്ലാവരും അവിടെ വരും. അപ്പോൾ ആരും അങ്ങനെ അങ്ങോട്ട് സിനിമയ്ക്ക് പോകാറില്ല. സാറ് പറയും പോകണമെങ്കിൽ പറ്റുക, പക്ഷെ അവിടെ പോയി ചീത്തപ്പേരുണ്ടാക്കരുത് സാറ് പറയും. അങ്ങനെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്ത വേഷങ്ങളൊക്കെ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. വേണുചേട്ടനും ഗോപിച്ചേട്ടനൊക്കെ ചെയ്ത വേഷങ്ങൾ. പിന്നെ എനിക്ക് അങ്ങനെ 2 വർഷം നിൽക്കാൻ പോയി. ഞാൻ 22 വർഷം. 22 കൊല്ലം പോയല്ലേ? അത് ഫസ്റ്റ് സ്റ്റേജ് ശാകുന്തളമാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ്.